ഇന്നൊരു വാട്ട് എയ്റ്റിൻ്റെ ഫ്ലൈറ്റ് ആയാലോ ഫ്രം ടൊറോണ്ടോ ടു കൊച്ചി. അങ്ങനെ ഫ്ലൈറ്റിൽ കയറുന്നൊക്കെ മുന്നോട്ട് ഒരു ക്വെഞ്ചറൊക്കെ കുടിച്ച് മഞ്ഞുമൽ ബോയ്സൊക്കെ കണ്ടിരിക്കാതെ നമ്മുടെ ഫുഡ് സെർവ് ചെയ്തിട്ടുണ്ട്. ഫുഡ് കിട്ടിയതിൻ്റെ പുഞ്ചിരിയാണ് ഇപ്പം നിങ്ങൾ മുഖത്ത് കാണുന്നത്. ഇതൊരു അടിപൊളി ലാംബ് ബിരിയാണി ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു അറബിക് സാലഡായിരുന്നു. ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പം തന്നെ സൈഡാക്കി. ഇത് നമ്മുടെ സ്വന്തം ഗുലാബ് ജാമുൻ, ഒരു രക്ഷയുണ്ടായാലും ഇതും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഫ്ലൈറ്റിലെ ദേശീയ ഭക്ഷണം ബണ്ണും വിപ്ഡ് ബട്ടറും, അങ്ങനെ അതൊക്കെ കഴിച്ച് ബാക്കി ഗുലാബ് ജാമുനും കഴിച്ച് നമ്മുടെ മീല് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മഞ്ഞുമൽ ബോയ്സ് കണ്ടുകൊണ്ടിരിക്കുവാണ്. അബുദാബിയത്തെ കുറച്ച് നേരമോടെ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കൊരു മീലുണ്ടായിരുന്നു, അതെനിക്ക് മിസ്സായിപ്പോയി. ഇത് അടുത്ത മീലാണ്. ഇത് ബസ്മതി റൈസും ബട്ടർ ചിക്കനും സാലഡും രസ്മലയൊക്കെയാണ്. ഇതും നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു ബട്ടർ ചിക്കൻ. എനിക്ക് പൊതുവേ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഒട്ടും ഇഷ്ടമല്ലെങ്കിലും ഈ ബട്ടർ ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിച്ചതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ബട്ടർ ചിക്കൻ എന്ന് പറയാം. എത്തിയാദിലെ ഫുഡ് ഇത്ര അടിപൊളിയാണെന്ന് ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. ഇത് റസ്മലൈ, ഇതും വെക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്വീറ്റ് ആയിരുന്നു, പക്ഷെ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെന്തൊരു സാലഡായിരുന്നു, അത് സൈഡാക്കി മിറിണ്ട കുടിച്ച് നമ്മുടെ ആ മീൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അബുദാബി എത്തിയിട്ടുണ്ട്. അബുദാബിയിൽ നിന്നൊരു ക്വിക്ക് ട്രാൻസിഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഫുഡൊക്കെ അവർ സെർവ് ചെയ്തായിരുന്നു. ഇതും ചിക്കനും റൈസും ദാലും ആയിരുന്നു. ഞാൻ നല്ല ടയേർഡായിരുന്നു, അതുകൊണ്ട് പുഡിങ് മാത്രം കഴിച്ച് ആ മീൽ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ കൊച്ചി എത്തി.